അന്ത്യകാല പ്രവചനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല പ്രവചനങ്ങൾ ഈ വർഷങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. ആദ്യത്തേത് എഐയും അന്ത്യക്രിസ്തുവും. രണ്ടാമത്തേത് ഡിജിറ്റൽ ഐ ഡി കാരണം ഇനി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. മൂന്നാമത്തേത് പീഡനം. നാലാമത്തേത് കാലാവസ്ഥയിൽ പോലും സംഭവിക്കുന്ന വിചിത്രമായ പ്രതിഭാസങ്ങൾ. അഞ്ചാമത്തേത് വർദ്ധിച്ചു വരുന്ന ദുഷ്ടത. ആറാമത്തേത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സെഖര്യാവ് പ്രവചിച്ച പ്രവചനം നിറവേറുന്നു. ഏഴാമത്തേത് യുദ്ധങ്ങൾ. നമ്മെ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളാണ് ഈ 2026 സംഭവിക്കുന്നത്. ബൈബിൾ പ്രവചനം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് വിശദമായി നമുക്ക് ഈ വീഡിയോ നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തേത് എഐയും എതിർക്രിസ്തുവും. ഈ കൃത്രിമ ബുദ്ധിയെ, അതായത് എഐയെ പലരും ഒരു മനുഷ്യനെ പോലെയാണ് കൈകാര്യം ചെയ്യുന്നത്. കാരണം അത് നിങ്ങളെ പ്രശംസിക്കുന്നുണ്ട്, നിങ്ങളോട് നല്ല ദയയോടെ സംസാരിക്കുന്നുണ്ട്, പ്രൈവറ്റ് കാര്യങ്ങൾ പോലും സംസാരിക്കാൻ അത് പ്രേരിപ്പിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊരു ഭയങ്കര അപകടകരമായ കാര്യമാണ്. ഇന്ന് എഐനെ ഒരു ജീവനുള്ള മനുഷ്യനെ പോലെ കരുതി അതിൻ്റെ കൂടെ ആത്മബന്ധത്തിൽ ഏർപ്പെടുന്നവരുണ്ട്. ഈ ഇടയ്ക്ക് വന്ന ഹാർവർഡ് ബിസിനസ് റിവ്യൂ ലേഖനത്തിൽ പഠനങ്ങൾ പറയുന്നത് മാക്സിമം ആളുകളും ഇപ്പോൾ എഐയിലേക്ക് തിരിയുന്നു എന്നാണ്. അത് എന്തെങ്കിലും കാര്യം അറിയാനോ അല്ലെങ്കിൽ അറിവ് സമ്പാദിക്കാനോ വേണ്ടിയാണ് എന്ന് വിചാരിക്കേണ്ട. സത്യം പറഞ്ഞ ആശ്വാസത്തിനും പ്രോത്സാഹനത്തിനും എന്തിന് കൂട്ടുകാരായിട്ട് പോലും ഇപ്പോൾ ഈ എഐനെയാണ് തിരഞ്ഞെടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് വലിയൊരു വഞ്ചനയാണ്. ബൈബിൾ വ്യാജ പ്രകാശത്തെക്കുറിച്ച് മുന്നറിയിപ്പ് തരുന്നുണ്ട്. നല്ല പ്രകാശമാണ് എന്നൊക്കെ തോന്നാം, പക്ഷെ സത്യത്തിൽ അത് ഇരുട്ടുള്ള ഒരു പ്രകാശമാണ്. അതാണ് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ്. അത് സത്യത്തെ അനുകരിക്കുന്നത് പോലെ തോന്നും, പക്ഷേ നുണകളിൽ വേറൂന്നിയതാണ്. നമ്മെ സഹായിക്കുന്നത് പോലെയും നമുക്ക് ഉപദ്രവമൊന്നും ചെയ്യാത്ത കാര്യം പോലെ സ്വയം അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് ആളുകളെ ജീവനുള്ള ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ട് എന്നതാണ് സത്യം. എഐക്ക് ആത്മാവില്ല, അതിന് മനസ്സില്ല, ഇച്ഛാശക്തിയില്ല, ഹൃദയവും ഇല്ല. അത് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതുമല്ല. പാപം കാരണം ദൈവത്തിൽ നിന്ന് അകന്ന് വീണുപോയ മനുഷ്യരാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. എഐ എന്ന് പറയുന്നത് സത്യം കൊണ്ട് നിർമ്മിച്ചെടുത്ത ഒരു സാധനമല്ല. അത് പ്രോഗ്രാം ചെയ്തവരുടെ ചിന്ത എന്താണോ അതിനെയാണ് കാണിക്കുന്നത്. അത് അപകടകരവുമാണ്. അതിലും ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, സമ്പദ് വ്യവസ്ഥയിൽ ഈ വർഷം ഏതിലാണ് കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നത്, അതായത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നറിയാവോ? അന്ത്യകാലത്ത് ആളുകൾ പണത്തിന് പുറകെ പോകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓരോ കാലഘട്ടത്തിലും ഈ ഇൻവെസ്റ്റ്മെന്റ് മാറും. ഷൗലിന്റെ കാലത്ത് ആടുകളും കന്നുകാലികളും ആയിരുന്നു ഇൻവെസ്റ്റ്മെന്റ്. അതിനുശേഷം യൂദാസിന്റെ കാലത്ത് തൈലം പൊട്ടിച്ചപ്പോൾ അതിന്റെ വില അവൻ മനസ്സിലാക്കിയെന്ന് നമുക്ക് കാണാൻ പറ്റും. അത് അന്നത്തെ സമയത്ത് ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ വർഷം വരെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് സ്വർണ്ണമായിരുന്നു. ഇന്നും സ്വർണ്ണത്തിന് വിലയുണ്ട്. ഒരു പവന് ഏകദേശം 1 ലക്ഷം രൂപ വരെ പോയി, അല്ലെ? പക്ഷേ 2025 ഏറ്റവും വലിയ നിക്ഷേപം, അതായത് ഇൻവെസ്റ്റ്മെന്റ് ഏതിലാണ് ചെയ്തത് എന്നറിയാവോ? ലോക സമ്പന്നന്മാരായിട്ടുള്ളവർ ഏതിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ എഐ സാങ്കേതിക വിദ്യയിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഈ 2025 മാത്രം ഏകദേശം അവർ $1.5 ട്രില്യൺ നിക്ഷേപിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യൻ രൂപയെ പറഞ്ഞാൽ ഏകദേശം 1350 ലക്ഷം കോടി രൂപ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2026 $2 ട്രില്യൺ, അതായത് 1800 കോടി ലക്ഷം രൂപ നിക്ഷേപിക്കാൻ അവർ തയ്യാറാണ്. അതായത് എഐയിലാണ് ഏറ്റവും ഉയർന്ന നിക്ഷേപം അവർ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ സമയവും വികാരങ്ങളും ഏറ്റവും കൂടുതൽ അതിൽ നിക്ഷേപിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ അതിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ സമയവും വികാരങ്ങളും എത്രത്തോളം എഐക്ക് കൊടുക്കുന്നോ അത്രത്തോളം അതിൽ നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിൽ നിന്ന് അകറ്റും. നിങ്ങൾ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ ജീവിക്കണം എന്നതിനെല്ലാം ഈ എഐ രൂപപ്പെടുത്തും. അത് നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാം. സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് പോലും അത് ഇല്ലാതാക്കും. മാത്രമല്ല, ദൈവത്തോടുള്ള നിങ്ങളുടെ ആഗ്രഹം ഇല്ലാതാക്കും. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ പൗലോസ് ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് തരുന്നുണ്ട്. വ്യാജത്തെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരുടെ മേൽ വരുന്ന ഒരു മതവിഭ്രമം. എഐ എന്ന് പറയുന്നത് നിഷ്പക്ഷമായിട്ടുള്ള ഒരു കാര്യമല്ല. അത് ഇപ്പോഴും നിർമ്മിക്കപ്പെടുന്ന ഒരു വ്യവസ്ഥയുടെ ഭാഗമാണ്. ആഗോള നിയന്ത്രണം, തെറ്റായ ഐക്യം, ആത്മീയ അന്ധതയുള്ള ഒരു വ്യവസ്ഥ. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഒരു ലോകം, ഒരു മതം, ഒരു ഗവൺമെന്റ് എന്നതിൻ്റെ അടിത്തറയാണിത്. ബൈബിൾ അക്കാര്യത്തിൽ വ്യക്തവുമാണ്. ഈ വ്യവസ്ഥകളുടെ പുറകെ പോകുന്നവർ ഒരു ദിവസം ആ മൃഗം ഇടാൻ പറയുന്ന അടയാളം അവർ പോലും അറിയാതെ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത്തത് ഡിജിറ്റൽ ഐ ഡി. 2025 യുണൈറ്റഡ് കിങ്ഡത്തിന്റെ പ്രധാനമന്ത്രി ഡിജിറ്റൽ ഐ ഡി ഇല്ലാത്ത ആരെയും ഈ രാജ്യത്തിൽ ജോലി ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. ഇതൊന്ന് ശ്രദ്ധിച്ചേ. ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഈ പറയുന്ന ഡിജിറ്റൽ ഐ ഡി മൃഗത്തിൻ്റെ അടയാളമല്ല എന്നുള്ളത്. പക്ഷേ അത് വെളിപ്പാട് 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാനുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണ്. വെളിപ്പാട് 13-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു:
കൊച്ചുകുട്ടികൾ മുതൽ വലിയവർ വരെ, പണക്കാരും ദരിദ്രനും സ്വതന്ത്രനും അടിമയും ഉൾപ്പെടെ എല്ലാവരും വലത് കൈയിലോ നെറ്റിയിലോ ഒരു അടയാളം പതിക്കണം എന്നവൻ നിർബന്ധിക്കും. മാത്രമല്ല, ഈ മൃഗത്തിന്റെ അടയാളമോ പേരോ അതിന്റെ നമ്പറോ ഏതെങ്കിലും കാര്യം ശരീരത്തിൽ ഉണ്ടെങ്കിലേ സാധനങ്ങൾ പോലും വിൽക്കാനോ വാങ്ങാനോ പറ്റുള്ളൂ. സത്യത്തിൽ ഇതെന്താണ് എന്ന് ചോദിച്ചാൽ, എല്ലാ മനുഷ്യരെയും നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണിത്. മുഴു ലോകത്തിലും സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. എല്ലാ ഇടപാടുകളിലും നിയന്ത്രണം ഏർപ്പെടുത്തും. ആർക്കും വാങ്ങാൻ പറ്റില്ല, വിൽക്കാനും പറ്റില്ല. ആ അടയാളം ഇല്ലാതെ എവിടെയും പോകാൻ പോലും പറ്റില്ല. ഇപ്പോൾ അതിൻ്റെ അടിത്തറയിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഡിജിറ്റൽ ഐ ഡി ഇനിയും വികസിക്കും. അതിൻ്റെ ഉപയോഗങ്ങൾ കൂടും. ഇപ്പോൾ ജോലി ചെയ്യണമെങ്കിൽ ഈ ഐ ഡി അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ബാങ്ക് അക്കൗണ്ട് തുറക്കണമെങ്കിൽ പോലും ഈ ഐ ഡി അത്യാവശ്യമാണ് എന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നോക്കിയാൽ കൂടുതലും ആരും തന്നെ കയ്യിൽ ക്യാഷ് വയ്ക്കാറില്ല. സാമ്പത്തിക ഇടപാടുകൾ കൂടുതലും ഇപ്പോൾ ഡിജിറ്റൽ മാർഗത്തിലൂടെയാണ് ചെയ്യുന്നത്. നാം പണമായിട്ടല്ല ഉപയോഗിക്കുന്നതെങ്കിൽ സർക്കാർ തരുന്ന ആ ഐ ഡി ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ അക്കൗണ്ട് തുറക്കാൻ പറ്റില്ല. അങ്ങനെ നോക്കിയാൽ ഇനി വാങ്ങുന്നതും വിൽക്കുന്നതുമെല്ലാം ഇനി നമ്മുടെ മാത്രം അവകാശമല്ല, അതൊരു ഗവൺമെൻറ് നമുക്ക് തരുന്ന അനുവാദം മാത്രമാണ്. ചൈനയെ നോക്കിക്കേ, അവർ ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു മാതൃക നിർമ്മിച്ചിട്ടുണ്ട്. മുഖം തിരിച്ചറിയുന്ന ഒരു ഡിജിറ്റൽ ഐ ഡി. മനുഷ്യരുടെ സംസാരം, ചെയ്യുന്ന കാര്യങ്ങൾ, കൊടുക്കൽ വാങ്ങൽ, അവരുടെ പെരുമാറ്റം എല്ലാം നിരീക്ഷിക്കുന്ന ഒരു സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റമാണത്. പറയുന്നത് അനുസരിച്ച് കഴിഞ്ഞാൽ അതിന് പ്രതിഫലം കൊടുക്കും, വിയോജിച്ച് കഴിഞ്ഞാൽ ശിക്ഷ ഉണ്ടാകും. അതിനേക്കാളൊക്കെ ഉപരി 24 മണിക്കൂറും മനുഷ്യരെ നിരീക്ഷിക്കും. ഇനി ഈ കാര്യം കൂടി ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. എല്ലാം എ ഐയുമായിട്ട്, അതായത് കൃത്രിമ ബുദ്ധിയുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അൽഗോരിതങ്ങളാണ് ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നത്. ഓരോ മനുഷ്യരെയും ട്രാക്ക് ചെയ്യും, ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും വിലയിരുത്തും. അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കും. ഇത് സയൻസ് ഫിക്ഷൻ സിനിമയല്ല. ലോകം ഈ ഒരു മേഖലയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഒരു ചെറിയ കൂട്ടം ഉന്നത തലത്തിലുള്ള ആളുകൾ മാത്രം ഈ സിസ്റ്റത്തെ നിയന്ത്രിക്കും, ജനങ്ങളോട് അനുസരിക്കാൻ പറയും, അല്ലെങ്കിൽ അവരെ കൊല്ലും. ബൈബിൾ ഇതിനെക്കുറിച്ചാണ് മുന്നറിയിപ്പ് തരുന്നത്. എതിർ ക്രിസ്തു ഇങ്ങനെയാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് ദൈവജനം ജാഗ്രതയോടെ ആയിരിക്കുക. മൂന്നാമത്തത്, പീഡനം. നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ഒരുപാട് വീഡിയോസ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഓപ്പൺ ഡോസ് ഇന്റർനാഷണൽ പോലുള്ള ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് ഒട്ടും തന്നെ താമസിക്കാൻ പറ്റാത്തൊരു മാരകമായ രാജ്യങ്ങളിലൊന്നാണ് നൈജീരിയ എന്നാണ്. 2025 വേൾഡ് വാച്ച് ലിസ്റ്റ് പറയുന്നതനുസരിച്ച് കഴിഞ്ഞ വർഷം ക്രിസ്ത്യാനികളുടെ കൊലപാതകങ്ങൾ വളരെ കുറവാണ്. എങ്കിലും നൈജീരിയയിൽ ക്രിസ്ത്യാനികൾക്ക് അനുകൂലമല്ലാത്തൊരു സാഹചര്യമാണ് തുടരുന്നത് എന്ന് സംഘടന ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇങ്ങനെ തുടർച്ചയായി ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നത് കൊണ്ട് തന്നെ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നൈജീരിയയെ പ്രത്യേക ആശങ്കയുള്ള രാജ്യമായി പ്രഖ്യാപിച്ചു. ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നവംബർ 1 ഇങ്ങനെ പറഞ്ഞു: ഈ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പീഡനങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ നടപടികൾ എടുത്തില്ലെങ്കിൽ US സൈന്യം സൈനിക നടപടി എടുക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തു. ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിൽ, അതായത് ചൈന പോലുള്ള സ്ഥലങ്ങളിൽ വിദേശികൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻകൂർ അനുവാദമില്ലാതെ പ്രസംഗിക്കാനോ പഠിപ്പിക്കാനോ പറ്റില്ല. സത്യത്തിൽ ഇത് പേരിന് വേണ്ടി വെച്ചിരിക്കുന്ന കാര്യമാണ്. അവരാരും തന്നെ അനുവാദം ഒട്ടും കൊടുക്കാറില്ല. അതുകൊണ്ടാണ് അവിടെ സുവിശേഷ പ്രവർത്തനങ്ങൾ വളരെ രഹസ്യമായിട്ട് ചെയ്യുന്നത്. ചൈനയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 3 സെൽഫ് പാട്രിയോട്ടിക് ചർച്ചുകളിൽ പാടുന്ന പാട്ടുകൾ കമ്മ്യൂണിസ്റ്റ് തത്വങ്ങളുമായി പൊരുത്തപ്പെടുന്നതായിരിക്കണമെന്ന് സർക്കാർ കൽപ്പിച്ചിട്ടുണ്ട്. അന്ത്യനാളുകളിൽ പലരും ദൈവത്തിൽ നിന്ന് അകന്നു പോകുമെന്നും പലരും അവരുടെ വിശ്വാസത്തെ പ്രതി ബുദ്ധിമുട്ടുമെന്നും ബൈബിൾ പറയുന്നുണ്ട്. നൈജീരിയയിലും ചൈനയിലും സംഭവിക്കുന്ന ഈ കാര്യങ്ങൾ ബൈബിൾ പ്രവചനം സത്യമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ സ്ഥിതി ഇന്ത്യയിൽ എല്ലായിടത്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. നാലാമത്തത്, കാലാവസ്ഥയിൽ സംഭവിക്കുന്ന വിചിത്രമായ പ്രതിഭാസം. ലൂക്കോസ് 21:25 ഇങ്ങനെ പറയുന്നു: സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ചിഹ്നങ്ങളുണ്ടാകും. കടലിൻ്റെയും ഭീകര തിരമാലകളുടെയും ഗർജനത്താൽ ഭൂമിയിലെ ജനസഞ്ചയങ്ങൾ നടുങ്ങി പരിഭ്രമിക്കും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കൊന്ന് ശ്രദ്ധിച്ചേ: കടലിൻ്റെയും ഭീകര തിരമാലകളുടെയും ഗർജനം. പൊതുവെ മൃഗങ്ങളാണ് ഗർജിക്കുന്നത്, പക്ഷേ ഇവിടെ തിരമാലകൾ ഗർജിക്കും എന്ന് പറയുന്നു. കടൽ കരയെ വിഴുങ്ങാനായിട്ട് ഉയരുമ്പോൾ രാഷ്ട്രങ്ങൾ ഭയം കൊണ്ട് സ്തംഭിക്കും. 2025 ലോകത്ത് എന്താണ് സംഭവിച്ചത് എന്ന് നോക്കിക്കേ. ആൽഫ്രഡ് ചുഴലിക്കാറ്റ് ഓസ്ട്രേലിയയിലുണ്ടായി. ജമൈക്കയിൽ മെലീസ ചുഴലിക്കാറ്റ് വീശി. മ്യാൻമർ, റഷ്യ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിൽ വലിയ ഭൂകമ്പങ്ങളുണ്ടായി. ഭൂകമ്പങ്ങൾ, ക്ഷാമം, മഹാമാരി, ഇടിമിന്നൽ, അങ്ങനെ പലതും കഴിഞ്ഞ വർഷം ഈ ഭൂമിയിലുണ്ടായി. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ചുഴലിക്കാറ്റ്, പ്രകൃതി ദുരന്തങ്ങൾ പോലുള്ള ഭയാനകമായ സംഭവങ്ങൾ വർഷങ്ങളായിട്ട് സംഭവിക്കാറുള്ളതാണ്. അത് നാം കാണാറുമുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അതിൻ്റെ തീവ്രത ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഉണ്ടായ ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള ചില സ്ഥിതിവിവരണ കണക്ക് പറയാം. 2025 റിക്ടർ സ്കെയിലിൽ
8നും 8.9നും ഇടയ്ക്കുള്ള ഭൂകമ്പങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടായി. അത് റഷ്യയിലാണ് ഉണ്ടായത്. 8.8 അളവിലാണ് ഉണ്ടായത്. അത് ശരിക്കും പറഞ്ഞാൽ വളരെ വലിയ തോതിലുള്ള ഭൂകമ്പമാണ്. അത് കാരണം റഷ്യയ്ക്ക് ഭയങ്കര വലിയ നാശനഷ്ടം ഉണ്ടായി. അടുത്തത് 7നും 7.9നും ഇടയിലുള്ള ഭൂകമ്പങ്ങൾ. അത് 2025 മാത്രം 15 ഭൂകമ്പങ്ങളാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് മ്യാൻമറിൽ 7.7 അളവിലുള്ള ഭൂകമ്പം ഉണ്ടായി. അത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ഏകദേശം 5456 പേർ ഈ ഭൂകമ്പത്തിൽ മരിച്ചു. അടുത്തത് 6നും 6.9നും ഇടയ്ക്ക് 125 ഭൂകമ്പങ്ങളാണ് ഉണ്ടായത്. 5നും 5.9നും ഇടയ്ക്ക് 1965 ഭൂകമ്പങ്ങൾ ഉണ്ടായി. അടുത്തത് 4നും 4.9നും ഇടയ്ക്ക് 15419 ഭൂകമ്പങ്ങൾ ഉണ്ടായി. ഇതിനേക്കാളും വലിയ ഭൂകമ്പങ്ങൾ വരുമെന്ന് ജപ്പാൻ പറയുന്നുണ്ട്. ഈ വർഷം, അതായത് 2026-ൽ 15 ലക്ഷം ആളുകളെ ബാധിക്കുന്ന രീതിയിലുള്ള ഭൂകമ്പങ്ങൾ ജപ്പാനിൽ ഉണ്ടാകുമെന്നും 100 അടി ഉയരത്തിൽ സുനാമി പോലും ഉണ്ടാകുമെന്ന് അവർ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഫ്രാൻസിന്റെ തീരപ്രദേശത്ത് വലിയ കാട്ടുതീ ഉണ്ടായെന്ന് വാർത്തകളൊക്കെ നാം കേട്ടിട്ടുണ്ടാവും. ഏകദേശം 50% കാടും നശിച്ചുപോയി എന്നാണ് വാർത്തകൾ പറയുന്നത്. പല രാജ്യങ്ങളിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. 2025-ൽ കഴിഞ്ഞ വർഷങ്ങളെക്കാൾ കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായി. അഞ്ചാമത്തത്, വർദ്ധിച്ചു വരുന്ന ദുഷ്ടത. മത്തായി 24:12 യേശു പറഞ്ഞു, വർദ്ധിതമായ ദുഷ്ടത നിമിത്തം അനേകരുടെയും സ്നേഹം കുറഞ്ഞു പോകും. യെരുശലേം ദേവാലയത്തിന്റെ തകർച്ചയ്ക്ക് മുമ്പ് സംഭവിച്ച വർദ്ധിച്ച നിയമലംഘനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ യേശുവിന്റെ രണ്ടാം വരവിനെക്കുറിച്ചോ ആണ് സംസാരിക്കുന്നത് എന്ന് പറയാൻ പ്രയാസമാണ്. കാരണം യേശു ഈ വാക്യത്തിനകത്ത് രണ്ടിനെയും കുറിച്ച് സംസാരിക്കാൻ സാധ്യതയുണ്ട്. ഇനി അതിപ്പോ എന്താണെങ്കിലും നിയമലംഘനം ഒരുപാട് സംഭവിക്കുന്ന ഒരു കാലം വരും. ഇതിനകത്ത് ഒരു ക്രിസ്ത്യാനിയുടെ ലക്ഷ്യം എന്തായിരിക്കണമെന്ന് പറഞ്ഞാൽ, വർദ്ധിച്ചു വരുന്ന അഴിമതി കാരണം നമ്മുടെ സ്നേഹം തണുത്തു പോകാൻ നാം അനുവദിക്കരുത് എന്നതാണ്. ഇന്ന് സംഭവിക്കുന്ന നിയമലംഘനത്തിന്റെ പല മേഖലകളിലും ഇനിയും ലംഘനങ്ങൾ വർദ്ധിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പലരും ദരിദ്രരായവരെ ചൂഷണം ചെയ്ത് സമ്പന്നരാകാൻ ശ്രമിക്കുന്നുണ്ട്. പലരും സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഈ വർദ്ധിച്ചു വരുന്ന നിയമലംഘനം ഇപ്പോൾ സഭയിൽ പോലും നമുക്ക് കാണാൻ പറ്റും. ന്യായവിധിക്ക് യോഗ്യരായ ആളുകൾ ഇപ്പോൾ സഭയ്ക്കുള്ളിലും ഉണ്ട്. അവർ പാപികളാണ്, എന്നാൽ പുറത്തുനിന്ന് വരുന്ന വ്യത്യസ്ത രീതികളിൽ പാപം ചെയ്യുന്ന പാപികളെ അവർ സ്വീകരിക്കുന്നില്ല. ആറാമത്തത്, സഖര്യാവിന്റെ പ്രവചനം. സഖര്യാവ് 12-2-3 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: ഞാൻ യെരുശലേമിനെ അതിനു ചുറ്റുമുള്ള സകല ജനങ്ങളെയും ചാഞ്ചടിക്കുന്ന ഒരു പാനപാത്രമാക്കും. യഹൂദയും യെരുശലേമും ഉപരോധിക്കപ്പെടും. ഭൂമിയിലെ സകല രാജ്യങ്ങളും അവൾക്കെതിരെ കൂടിവരുന്ന ആ ദിവസത്തിൽ ഞാൻ യെരുശലേമിനെ സകല രാഷ്ട്രങ്ങൾക്കും ചലിപ്പിക്കാൻ കഴിയാത്ത ഒരു പാറയാക്കി മാറ്റും. അതിനെ ചലിപ്പിക്കാൻ ശ്രമിക്കുന്നവർ സ്വയം മുറിവേൽക്കും. ഇത് കാവ്യാത്മകമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമല്ല, ഇത് പ്രവചനമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം പ്രഖ്യാപിച്ചു, യെരുശലേം ആഗോള പിരിമുറുക്കത്തിന്റെ കേന്ദ്രമാകും, ചലിപ്പിക്കാൻ കഴിയാത്തൊരു പാറയാക്കും. അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് രാഷ്ട്രങ്ങൾ ശ്രമിക്കും. പക്ഷേ അവർ വിറയ്ക്കുന്ന രീതിയിൽ സംഘർഷത്തിന്റെ ഉറവിടമായി യെരുശലേമിനെ മാറ്റും എന്ന് പ്രഖ്യാപിച്ചു. ഇത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. കേരളത്തെക്കാൾ വലിപ്പത്തിൽ ചെറുതായിട്ടുള്ള ഒരു സ്ഥലമാണ് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നത്. വാർത്തകൾ, പ്രതിഷേധങ്ങൾ എല്ലാം യെരുശലേമിനെയും അതിന്റെ ചുറ്റിയുള്ള പ്രദേശങ്ങളെയും കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇത് നമ്മോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ പ്രവചനം സത്യമാണ്. സഖര്യാവിന്റെ പ്രവചനം കാവ്യാത്മകമല്ല, അത് ഇന്നും യാഥാർത്ഥ്യമാകുന്ന സത്യമാണ്. അവസാന നാളുകളിൽ യെരുശലേം എല്ലാവർക്കും ഒരു ഭാരമാകുമെന്ന് ദൈവം പറഞ്ഞു. ഇപ്പോൾ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഈ സംഘർഷം എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ വേണ്ടി ലോകം ഞെട്ടോട്ടം ഓടുന്നു. പല സമാധാന പദ്ധതികളും തയ്യാറാക്കി, പക്ഷേ ഒന്നും നടന്നില്ല. വെടിനിർത്തൽ പ്രഖ്യാപിച്ചു, ഒരു കാര്യമില്ലായിരുന്നു. ഒരുപാട് ചർച്ചകളുണ്ടായി, എന്നിട്ടും ഒരു പ്രയോജനവും ഉണ്ടായില്ല. എന്തുകൊണ്ടാണ്? കാരണം ഇത് വെറുമൊരു രാഷ്ട്രീയ കാര്യമല്ല, ഇത് ദിവ്യ പ്രവചനമാണ്. എല്ലാ രാഷ്ട്രങ്ങൾക്കും യെരുശലേമിനോട് ഒരു ദേഷ്യമുണ്ട്. സത്യം പറഞ്ഞാൽ അവർ പോലും അറിയാതെ ദൈവത്തിന്റെ ആ പദ്ധതിയിലേക്ക് അവർ നീങ്ങുന്നു. ഏഴാമത്തത്, യുദ്ധങ്ങൾ. മത്തായി 24:6-7 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധ കിംവദന്തികളെക്കുറിച്ചും കേൾക്കും, എന്നാൽ പരിഭ്രാന്തരാകരുത്. ഇവയെല്ലാം സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ ഇതല്ല യുഗാവസാനം. ജനതകൾ തമ്മിലും രാജ്യങ്ങൾ തമ്മിലും യുദ്ധം ചെയ്യും. ക്ഷാമവും ഭൂകമ്പങ്ങളും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഉണ്ടാകും. ഇത് യേശു പറഞ്ഞ വാക്കാണ്. ആശയക്കുഴപ്പമില്ല, പ്രതീകാത്മകതയോ അല്ല. വളരെ വ്യക്തമായിട്ട് പറഞ്ഞ വാക്കുകളാണിത്. യുദ്ധം വരാൻ സാധ്യതയുണ്ട് എന്നല്ല പറഞ്ഞത്, യുദ്ധങ്ങൾ ഉണ്ടാകും എന്നാണ്. ഒരു യുദ്ധം ഉണ്ടാകും എന്നല്ല യേശു പറഞ്ഞത്, യുദ്ധങ്ങളും യുദ്ധങ്ങളെക്കുറിച്ചുള്ള കിംവദന്തികളും എന്ന്. ഈ യുദ്ധങ്ങൾ തുടരും, വർദ്ധിക്കും. ലോകത്തിന്റെ അവസാനം വരെ ഈ യുദ്ധങ്ങൾ ഉണ്ടാകും. ഇതെന്തോ പുതുതായി സംഭവിച്ച ഒരു കാര്യമല്ല. 2000 വർഷങ്ങളായിട്ട് ഈ പ്രവചനം വർദ്ധിച്ചു വരുന്നു. ലോകം വളരെ അപൂർവമായിട്ടേ സമാധാനപരമായ വർഷങ്ങൾ കണ്ടിട്ടുള്ളൂ.
അങ്ങനെ സമാധാനം ഉണ്ടായാലും അത് അധികകാലം നീണ്ടു നിൽക്കില്ല. ഈ കഴിഞ്ഞ വർഷം വരെ ആഗോളതലത്തിൽ തീവ്രതയോടെ യുദ്ധങ്ങളും യുദ്ധത്തിന്റെ വും നാം കണ്ടു. എല്ലാ ഭൂഖണ്ഡങ്ങളും, എല്ലാ ഗവൺമെന്റും, എല്ലാ വാർത്തകളും ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോഴൊക്കെ യുദ്ധം സാധാരണമാണ് എന്നാണ്. ഉടമ്പടികൾ തകരുന്നു, സഖ്യങ്ങൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ പരിഭ്രാന്തരാകരുത് എന്ന്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ അടയാളങ്ങളൊക്കെ തരുന്നത് നാം പരിഭ്രാന്തരാകാനല്ല. ഈ അടയാളങ്ങൾ നമ്മെ ഒരുക്കാനാണ്, നമ്മെ തയ്യാറാക്കാനാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.